ഹലോ, സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി മുട്ടക്കുംസാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഒട്ടും ഫ്ലോപ്പായി പോകാതെ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാട്ടോ ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഞാനിതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിൽ വലിപ്പത്തിലുള്ള മുട്ടയാണ്. റൂം ടെമ്പറേച്ചറുള്ളത് വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലുള്ള മെഷറിംഗ് കപ്പാണ് മൈദയും പഞ്ചസാരയൊക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ചായയുടെ ഗ്ലാസ് ആണെങ്കിൽ ഹാഫ് ഗ്ലാസ് 125 ml ഗ്ലാസ് ആണ്, അല്ലെങ്കിൽ 150 ml ഗ്ലാസ് ആണെങ്കിൽ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം ചേർത്താൽ മതി. ഞാനിതിലേക്ക് മൈദ ഇങ്ങനെ സ്പൂണിട്ടാണ് കേട്ടോ കോരിയെടുക്കുന്നത്. പിന്നെ അല്ലാതെ കപ്പ് കൊണ്ട് തന്നെ ഡയറക്റ്റ് കോരിയെടുക്കരുത്. അങ്ങനെ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അളവൊക്കെ തെറ്റിപ്പോകും. ചിലപ്പോൾ മൈദ കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു സ്പൂൺ വെച്ചിട്ട് മൈദ കോരി ഇതിലേക്ക് ഇടണമെന്ന് പറയുന്നത്. ഇതുപോലെ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഏകദേശം 2 നുള്ള് ബേക്കിംഗ് സോഡ കേട്ടോ. അപ്പക്കാരൻ ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. പിന്നെ അതേ അളവിൽ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഉപ്പും അപ്പക്കാരവും ഒക്കെ മൈദയിൽ ഫുള്ളായിട്ട് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഞാൻ 2 തവണയാണ് അരിച്ചെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഞാനൊരു തവണ കൂടി ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റിൽ കിട്ടിയ വേസ്റ്റ് നമുക്കൊന്ന് കളയാം, എന്നിട്ട് വേണം രണ്ടാമത് അരിച്ചെടുക്കാനായിട്ട്. ഇനി അതുപോലെ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മൈദയിലേക്ക് അപ്പക്കാരവും നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ബീറ്ററാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ കേക്കായാലും പിന്നെ കുംസ് എന്തുണ്ടാക്കുന്നെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ബൗളോ ഒന്നിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല, തണുപ്പുണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ കുംസ് പൊങ്ങി വരൂല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒട്ടും വെള്ളമില്ലാത്ത പാത്രം വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് മുട്ടയുടെ ആ സ്മെല്ലൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വാനിലയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഏലക്കായ പൊടി ചേർക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ വാനിലേൻ്റെ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നത് മൈദ എത്രയാണോ എടുത്തത് അതേ അളവിൽ വേണം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഈ അളവിൽ പൊടിച്ചെടുക്കുമ്പോൾ ഏകദേശം 1/4 കപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് പൊടിച്ചതിന് ശേഷം അളന്നെടുക്കണം എന്ന് പറയുന്നത്. പൊടിച്ചത് 1/2 കപ്പ് എടുത്താൽ മതിയാകും. ഇത് 3 തവണയായിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കരുത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേണേ. തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇനി പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി ഫ്ലഫി ആയിട്ട് വരണം. യെല്ലോയിഷ് കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരും. അതുവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കരുത്. ആദ്യം ലോ, പിന്നെ കൂട്ടി വരിക, അങ്ങനെ ചെയ്യാവുള്ളൂ. 1-ൽ ചെയ്യുക, പിന്നെ 2-ൽ, പിന്നെ 3-ൽ. ഏകദേശം 3-ലൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ല പോലെ എനിക്ക് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ബീറ്ററിൻ്റെ ഇതിനനുസരിച്ചിരിക്കും, സമയമൊക്കെ വ്യത്യാസം വരും. നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറേ നാളായി കുംസ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുന്നില്ലേ, നല്ല പോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ തിരിച്ചും മറിച്ചും അങ്ങനെ ചെയ്ത് ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. എൻ്റെ ബൗളിന് കുഴി കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കേണ്ടി വരുന്നത്. പിന്നെ ഞാൻ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ.
അത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറേശ്ശെയായിട്ട് വേണം ചേർക്കാനായിട്ട്. ഏകദേശം 2 തവണയോ 3 തവണയൊക്കെ ആയിട്ട് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്ത് കുത്തിയിട്ട് ഇളക്കിയെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ എഗ്ഗ് പൊങ്ങി വന്നതൊക്കെ ഇങ്ങനെ താഴ്ന്ന് കുഴിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നമ്മുടെ മുട്ടക്കുംസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പൊങ്ങി വരാത്ത പ്രശ്നമൊക്കെ വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാണുന്നില്ല, വളരെ പതുക്കെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇനി അളവ് കൂട്ടിയിട്ട് 4 മുട്ട വെച്ച് ചെയ്യാനാണെങ്കിൽ 3/4 കപ്പ് മൈദയും പിന്നെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അടുത്തതും കൂടി ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അല്പം ശ്രദ്ധിച്ചാൽ ആർക്കും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുംസാണ് കേട്ടോ. മുട്ട കുംസ് അങ്ങനെ ഫ്ലോപ്പായി പോകുന്നില്ല. ജസ്റ്റ് 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. പിന്നെ ഇതുപോലെ സ്പാച്ചുല ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തവി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതുപോലെ കുത്തി ഇളക്കരുതെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നടുക്ക് ഇങ്ങനെ കട്ട് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറേശ്ശെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഇതിൽ മൈദയും മുട്ടയൊക്കെ മിക്സ് ആയിക്കോളും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. കാണുന്നില്ലേ? ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ സോസ് പാനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാണുന്നില്ലേ? ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റുഭാഗത്തേക്കൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കുംസാണ് കേട്ടോ ഇത്. ഞാൻ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3 എഗ്ഗിന് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ 2 നുള്ള് ബേക്കിംഗ് സോഡ, 2 നുള്ള് ഉപ്പ്, പിന്നെ സ്മെല്ല് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ വാനില എസൻസ് ഒരു 2-3 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു പഴയ പാൻ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 25 to 35 മിനിറ്റാണ് ഇത് വേവാനായിട്ട് എടുക്കുന്ന സമയം. ലോ ഫ്ലെയിമിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാൻ ബാറ്റർ ഒഴിച്ച് പാൻ്റെ മുകളിൽ ഇങ്ങനെ വേവാൻ വെച്ചതിന് ശേഷം ഇടയ്ക്ക് തുറന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കരുത് കേട്ടോ. 25 മിനിറ്റിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നടുഭാഗം കുഴിഞ്ഞ് പിന്നെ സൈഡ് ഭാഗം മാത്രമേ പൊങ്ങി വരുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അതാണ് ഫ്ലോപ്പായി പോകുന്നു എന്ന് പറയുന്നത്. ചിലരൊക്കെ മുട്ടപ്പോളൊക്കെ ഉണ്ടാക്കി ശരിയാവുന്നില്ല എന്ന് പറയുന്നില്ലേ. അപ്പം ഒരു 35 മിനിറ്റൊക്കെ ആയപ്പോൾ തുറന്ന് നോക്കൂലേ. ആ ടൈമിൽ ഏകദേശം ഏലക്കായുടെയും വനില എസൻസിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും. ബേക്ക് ചെയ്ത് ആ ഒരു സ്മെല്ല് വരുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിയാൽ മതി. നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് 35 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചൊക്കെ സമയം മാറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അടിഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പണ്ട് കാലത്തേ ഉള്ള ഒരു എന്താ പറയുക പലഹാരമാണ് കേട്ടോ മുട്ടക്കുംസ് എന്ന് പറയുന്നത്. തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നൊരു പലഹാരമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, വേറെ ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.